തളിപ്പറമ്പ് നഗരത്തിൽ വൻ തീപിടുത്തം. മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന മുതുകുട ഓയിൽ മില്ലിനാണ് തീപിടിച്ചത്. തളിപ്പറമ്പ്, പയ്യന്നൂർ, കണ്ണൂർ, മട്ടന്നൂർ ഭാഗങ്ങളിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. 1 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് മാർക്കറ്റിന് സമീപത്തെ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള മുതുകുട ഓയിൽ മില്ലിലാണ് ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ തീപിടുത്തമുണ്ടായത്. തളിപ്പറമ്പ്, പയ്യന്നൂർ, കണ്ണൂർ, മട്ടന്നൂർ ഭാഗങ്ങളിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. രാവിലെ 9 മണിയോടെയാണ് പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. മുകൾ നിലയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. തേങ്ങ, കൊപ്ര, പിണ്ണാക്ക്, ടാങ്കിലും കാനലുമായി സൂക്ഷിച്ച വെളിച്ചെണ്ണ ഉൾപ്പെടെ കത്തിനശിച്ചു. ഡ്രയർ മെഷീൻ, എക്സ്പെല്ലർ, ഫിൽട്ടർ മെഷീനുകളും കത്തിനശിച്ചു. തീപിടുത്തം കണ്ട ഉടൻ മാർക്കറ്റിലെ ഡ്രൈവർമാർ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വ്യാപാരികൾ, നാട്ടുകാർ, വൈറ്റ് ഗാർഡ്, ചുമട്ടുതൊഴിലാളികൾ, ഡ്രൈവർമാർ എന്നിവർ വിവരമറിഞ്ഞ സ്ഥലത്തെത്തി തീയണക്കാൻ സഹായിച്ചു. മിൽ പൂർണ്ണമായും കത്തിനശിച്ചു. 1 കോടി രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. മറ്റ് കടകളിലേക്ക് തീ പടരാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തളിപ്പറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജൻ കക്കാടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് നിസാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. നമ്മുടെ തളിപ്പറമ്പ് പട്ടണത്തിൽ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഓയിൽ മില്ല് നടത്തുന്ന മുതുകുട ഓയിൽ മില്ലിൽ തീ പിടിച്ചു എന്ന് നോക്കാം. ഉടൻ തന്നെ നമ്മൾ എത്തുകയും ആദ്യം തന്നെ സ്റ്റേഷനിൽ വിളിക്കുകയും ശേഷം KCB വന്ന് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ കണ്ടു നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ. കാരണം നല്ല രീതിയിൽ തീ പടർന്നു വിളിച്ചു. അഗ്നിശമന സേന ആളുകൾ ഏകദേശം 7ഓളം യൂണിറ്റ് പല ഭാഗത്തു നിന്ന് വന്നു. ഇതെങ്ങനെയാണ് തീ പിടിച്ചതെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. കാരണം വളരെ വലിയ ഒരു വിഷമമുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കോടി രൂപയുടെ സാധനങ്ങൾ മെഷീനുണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്കുണ്ട്, മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾക്ക് ഏറ്റവും ഈ ഒരു സമയത്ത് സമാധാനിക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ പട്ടണത്തിലെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടരാൻ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫയർഫോഴ്സും, അതുപോലെ തന്നെ ഇവിടെ സന്നദ്ധ സംഘടനകൾ, നമ്മുടെ മർച്ചൻസ് അസോസിയേഷൻ്റെ ആളുകൾ, തൊഴിലാളികൾ, SQൻ്റെ ആളുകൾ, വൈറ്റ് ഗാർഡിൻ്റെ ആളുകൾ, പൊതുജനങ്ങളടക്കം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ മുതിർന്നു നിന്നതുകൊണ്ടാണ് നമുക്ക് കാര്യം സാധിക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.